വീണ്ടും വാർത്തയിലേക്ക്. കൊല്ലം താലൂക്ക് ആശുപത്രിയിൽ പോലീസ് വൈദ്യപരിശോധനയ്ക്കെത്തിച്ച യുവാവിൻ്റെ കുത്തേറ്റ് ഡോക്ടർക്ക് ദാരുണാന്ത്യം. കോട്ടയം സ്വദേശി ഡോക്ടർ വന്ദനയാണ് മരിച്ചത്. പോയപ്പള്ളി സ്വദേശി സന്ദീപാണ് ആക്രമിച്ചത്. 4 പോലീസുകാർക്കും ഇയാളുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. ആവശ്യമായ സുരക്ഷാ മുൻകരുതലുകളില്ലാതെയാണ് പ്രതിയെ ആശുപത്രിയിൽ എത്തിച്ചത് എന്ന ആക്ഷേപമാണ് പോലീസിനെതിരെ പ്രധാനമായും ഉയരുന്നത്. അമൽ തുടരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അമൽ, ഈ വിഷയത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് ഡോക്ടർമാരുടെ സംഘടനകൾ നീങ്ങുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള ചെറിയ പ്രതിഷേധങ്ങൾ ഡോക്ടർമാർ ഉയർത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു. നേരത്തെ തന്നെ ഡോക്ടർമാർ ഉന്നയിക്കുന്ന ആവശ്യം ആരോഗ്യ പ്രവർത്തകരുടെ സുരക്ഷ സംബന്ധിച്ച് സർക്കാർ കൃത്യമായ തീരുമാനമെടുക്കണം, ഓർഡിനൻസ് അടക്കം കൊണ്ടുവരണം, നിയമത്തിൽ ഇതിനുള്ള ഭേദഗതികൾ ഉണ്ടാക്കണം എന്ന കാര്യമാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നത് പ്രധാനമായും. എന്നാൽ ഒരു ജീവൻ നഷ്ടപ്പെടുന്നത് വരെയും അതിൽ തീരുമാനമുണ്ടായിട്ടില്ല. ഇപ്പോൾ വീണ്ടും വലിയ പ്രക്ഷോഭത്തിലേക്ക് സംസ്ഥാനത്തെ ഡോക്ടർമാർ നീങ്ങുകയാണ്. തിരുവനന്തപുരത്തെ നിലവിലെ സാഹചര്യം എന്താണ് അമൽ? പറഞ്ഞോളൂ കമലേഷ്. തീർച്ചയായും സംസ്ഥാനത്ത് ഡോക്ടർമാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡോക്ടർമാരുടെ അസോസിയേഷൻ പ്രതിഷേധം നടത്തുന്നുണ്ട്. അതേസമയം തന്നെ ഇന്ന് കിംസ് ആശുപത്രിയിൽ ഈ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ അവർ മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടി അവിടെ തടിച്ചുകൂടിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഇവിടെ മുഖ്യമന്ത്രി കിംസ് ആശുപത്രിയിൽ എത്തുകയും അവർ മെഡിക്കൽ സ്റ്റുഡൻസ് അവരുടെ പരാതികൾ മുഖ്യമന്ത്രിയോട് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തങ്ങൾ എന്ത് വിശ്വസിച്ച് അല്ലെങ്കിൽ എന്ത് ധൈര്യത്തിലാണ് ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യേണ്ടത് എന്ന ഒരു പ്രധാന ചോദ്യമായിരുന്നു മുഖ്യമന്ത്രിയോട് അവർ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ ഒരു മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ തങ്ങൾ അവരെ ശുശ്രൂഷിക്കുകയും ഒപ്പം തന്നെ സ്വയം പ്രതിരോധിക്കാൻ കൂടി പഠിക്കേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഈ ഒരു മെഡിക്കൽ സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നും അവരുടെ പ്രതികരണം. കാരണം ഇത്തരക്കാരെ, അതായത് ഇത്തരം പ്രതികളെ അടക്കം ആശുപത്രിയിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ സ്വയം സുരക്ഷ കൂടി പഠിച്ചതിനു ശേഷം മാത്രമേ ഇത്തരം ആശുപത്രികളിൽ ഇത്തരം പ്രതികൾക്കെതിരെയൊക്കെ അവരെ ചികിത്സിക്കാൻ വേണ്ടി സാധിക്കൂ എന്ന രീതിയിലുള്ള പ്രതികരണമാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു പ്രതിഷേധം, അല്ലെങ്കിൽ ഇവിടെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ഒരു ദുഃഖം മുഖ്യമന്ത്രിയെ അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതേസമയം തന്നെ സംസ്ഥാനത്തൊട്ടാകെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായി തലസ്ഥാനത്തും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് നടക്കുന്നത്. ഇന്ന് ഈ ഒരു പ്രതിഷേധം ഇന്നൊരു ദിവസം കൊണ്ട് മാത്രം തീരും എന്നൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഒപ്പം തന്നെ ഇതൊരു തുടക്കമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ ആയുള്ള ഒരു പ്രതിഷേധത്തിന്റെ ബാക്കി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ വേണ്ടി സാധിക്കും. പക്ഷേ ഈ ഒരു മേഖലയ്ക്കുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ തുടർച്ചയായ ദിവസങ്ങളിൽ ഈ ഒരു സമരം ഇവർക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ആരോഗ്യ മേഖല, ഒപ്പം തന്നെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ സംബന്ധിച്ചുകൊണ്ട് ഇവർക്ക് തുടർച്ചയായ ദിവസങ്ങളിലേക്ക് ഈ ഒരു സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കില്ല. അതിനാൽ തന്നെയാണ് ചില ദിവസങ്ങളിൽ മാത്രം ഈ ഒരു സമരങ്ങൾ അവർ ഒതുക്കുന്നത്. എന്നാൽ ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാരും ഒപ്പം തന്നെ ആരോഗ്യ മേഖലയും ഇവരുടെ സമരങ്ങളെ മുഖവിലക്കെടുത്തോ എന്നത് വലിയ രീതിയിലുള്ള ഒരു ചോദ്യമായി ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കാരണം കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഇതുപോലുള്ള സമരങ്ങൾ ഉണ്ടായി അത് അവർ വേണ്ട രീതിയിൽ പരിഗണിച്ചിരുന്നെങ്കിലും ഇന്ന് നടന്ന ഈ ഒരു സംഭവങ്ങളൊക്കെ തന്നെയും ഒഴിവാക്കാൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതായത് ഇത്തരം പ്രതികളുമായി ആശുപത്രിയിലേക്ക് വരുമ്പോൾ വേണ്ട സുരക്ഷാ നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇപ്പോൾ ഇവർക്ക് പ്രതിക്ക് ആവശ്യമായ വിലങ്ങുകൾ, ഒപ്പം തന്നെ ഇവരെ കൂടുതൽ ഒരു പ്രൊട്ടക്ഷൻ, കൂടുതൽ പോലീസുകാരെ ഈ പ്രതിയുടെ കൂടെ അയക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയും ഇന്ന് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു കൊലപാതകം ഒഴിവാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇത്തരം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം തന്നെയാണ് ഇന്ന് സംസ്ഥാനത്തെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഈ ഒരു പ്രതിഷേധം തുടർന്നുകൊണ്ട് വ്യക്തമാണ്. ഇപ്പോൾ ഈ പ്രതി എവിടെയാണുള്ളത്? പോലീസ് സ്റ്റേഷനിലാണോ? ഇയാളെ കോടതിയിൽ ഹാജരാക്കുന്നതടക്കമുള്ള നടപടികൾ എപ്പോഴാണ് പൂർത്തിയാവുക? കമലേഷ്, ഈ പ്രതി ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ തുടർ നടപടികൾ വരും മണിക്കൂറുകൾ തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരും. ഒപ്പം തന്നെ ഇപ്പോൾ ഈ ഒരു കിംസ് ആശുപത്രിയിൽ നിന്നും ഈ കൊല്ലപ്പെട്ട ഡോക്ടറുടെ ബോഡി 12 മണിയോടുകൂടി തന്നെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഈ ഒരു ബോഡി ഉള്ളത്.
ബോഡി ഉള്ളത്. ഒരു ഉച്ചയ്ക്ക് ശേഷം തന്നെ ഈ ഒരു ബോഡി ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. കമലേഷ്.